ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നെന്മാറ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. കൺവെൻഷൻ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLA-യുമായ വി. ചെന്താമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബഹുഭൂരിപക്ഷവും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം വളരെ ഫലപ്രദമായ രൂപത്തിൽ കേരള സംസ്ഥാനത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തുടരാൻ കഴിയണം. ഇടതുപക്ഷം ഭരിച്ചാലേ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണമുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നത് പ്രാദേശിക സർക്കാരുകളാണ്, ഒരു പഞ്ചായത്തല്ല. 1996 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയ ജനകീയാസൂത്രണ പദ്ധതി വന്നതിന് ശേഷം കേരളത്തിലെ പഞ്ചായത്തുകൾ പഴയ പഞ്ചായത്തല്ല, കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന, ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതേപടി നടപ്പിലാക്കാൻ കഴിയുന്ന പ്രാദേശിക ഗവൺമെന്റുകളാണ് കേരളത്തിലെ പഞ്ചായത്ത്. ഇപ്പൊ 2024-2025 അതായത് ഈ പോയ സാമ്പത്തിക വർഷം ഉറപ്പായി ഞാൻ പറയുന്നു, നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ ഒരു 4-5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടാവും. കൺവെൻഷനിൽ ആർ. ചന്ദ്രൻ അധ്യക്ഷനായി. CPIM കൊല്ലങ്കോട് ഏരിയ സെക്രട്ടറി കെ. പ്രേമൻ, കെ. ബാബു MLA, ജില്ലാ പഞ്ചായത്ത് നെന്മാറ ഡിവിഷൻ സ്ഥാനാർത്ഥി KN മോഹനൻ, ടി. സിദ്ധാർത്ഥൻ, മുഹമ്മദ് ഇബ്രാഹിം, രാമദാസ് ചേരാമംഗലം, PP ഉല്ലാസ് എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.